ശ്രീനി സാർ ഈ പ്രകൃതി ചികിത്സ ചെയ്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം കുറച്ചു എന്നാണോ സാർ പറയുന്നത്? അങ്ങനല്ല, പ്രകൃതി ചികിത്സ നല്ലത് തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് നല്ലതെന്ന് ഒരു രോഗി തിരിച്ചറിയണം. ഏത് രോഗത്തിനെല്ലാം പ്രകൃതി ചികിത്സ പറ്റും, ഏത് പ്രായത്തിൽ പറ്റും എന്നുള്ളതൊരു രോഗിയും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ ഉപദേശം തേടിയ ഒരാളാണ് ശ്രീനിവാസൻ സാറ്. സാർ നമസ്കാരം. അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി അഡ്വക്കേറ്റ് റസൽ ജോയ് സാർ നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ അതുല്യ പ്രതിഭ ശ്രീനി സാറിൻ്റെ ആ ഒരു ഓർമ്മകൾ, സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സാർ രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. ശ്രീനി സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതിനുള്ള സമയം ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷെ എങ്കിലും ചുരുക്കി എന്നെ ഹൃദയസ്പർശിയായ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെക്കുറിച്ച് പറയാം. ചിന്താവിഷ്ടയായ ശ്യാമള. എൻ്റെ അടുത്ത് ഫാമിലി മാറ്റേഴ്സ് ഒരുപാട് പണ്ട് ഒരുപാട് ഫാമിലി മാറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ കഥാപാത്രങ്ങളെ ഞാൻ എല്ലാ ഫാമിലി മാറ്റേഴ്സിലും കുടുംബ കോടതികളിൽ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ശ്രീനിയായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്യാമളയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്യാമളയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആ ശ്യാമളയുടെ ആശയത്തിനനുസരിച്ച് ശ്രീനി എന്ന് പറയുന്ന ഭർത്താവ് ഉയരുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. പല കുടുംബങ്ങളിലും ഉള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചുമുണ്ട്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ള പ്രശ്നം തിരിച്ചുമുണ്ട്. അത് കേരള സമൂഹത്തെ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട്. അദ്ദേഹം ഈ പ്രകൃതി ചികിത്സയിൽ വളരെ കൂടുതൽ ഊന്നൽ കൊടുത്തു. പ്രകൃതി ചികിത്സ നല്ലതാണ്, ജൈവ കൃഷിയും നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ ഒരിക്കലും, എൻ്റെ അഡ്വൈസ് അതാണ്, ഒരിക്കലും പ്രകൃതി ചികിത്സയെ ആരും ആശ്രയിക്കരുത്. അതിന് മോഡേൺ മെഡിസിൻ തന്നെ വേണം, അലോപ്പതി ചികിത്സ തന്നെ വേണം. ഇതാണ് എൻ്റെ സന്ദേശം. സന്ദേശത്തിലൂടെ ശ്രീനിവാസൻ സാർ പറഞ്ഞതിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം എനിക്ക് നൽകാനുള്ള ഇതാണ്. സാർ വേണ്ടേ, ഇപ്പം നമ്മുടെ ശ്രീനി സാർ ഈ പ്രകൃതി ചികിത്സ ചെയ്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം കുറച്ചു എന്നാണോ സാർ പറയുന്നത്? അങ്ങനല്ല, പ്രകൃതി ചികിത്സ നല്ലത് തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് നല്ലതെന്ന് ഒരു രോഗി തിരിച്ചറിയണം. ഏത് രോഗത്തിനെല്ലാം പ്രകൃതി ചികിത്സ പറ്റും, ഏത് പ്രായത്തിൽ പറ്റും എന്നുള്ളതൊരു രോഗിയും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം സാറ് പറയുന്നത് നമ്മുടെ അതുല്യ പ്രതിഭ, നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീനി സാറ് ഒരു പക്ഷേ ഈ ഒരു പ്രകൃതി ചികിത്സയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, കാരണം അദ്ദേഹത്തിൻ്റെ സാർ പറഞ്ഞ മാതിരി ഏജ് 69 ഉണ്ടായിരുന്നല്ലോ. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് പ്രകൃതി ചികിത്സയിലേക്ക് വരുന്നതല്ലയോ? അതെ. ആ ഒരു ഇതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ ഈ ഒരു മരണത്തെ പെട്ടെന്ന് വരാനുള്ള കാരണം എന്നാണ് സാറ് സൂചിപ്പിച്ചത്. എന്തായാലും മലയാളികൾക്ക് സിനിമ ഉള്ളിടത്തോളം കാലം, കലാകാരം ഉള്ളിടത്തോളം കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അതുല്യ പ്രതിഭയാണ് നമ്മുടെ ശ്രീനിയാണ്. നമ്മുടെ സത്യൻ സാറ് അദ്ദേഹത്തിൻ്റെ അടക്കുന്ന സമയത്ത് ഒരു പേനയും അതിലൊരു പേപ്പറും വെച്ചു അദ്ദേഹം എഴുതട്ടെ, എഴുത്തിൻ്റെ ലോകത്തേക്ക്, കലയുടെ ലോകത്തേക്ക് നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട റസൽ ജോയ് സാറാണ്ട് സാറിൻ്റെ വാക്കുകൾ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. പ്രകൃതി ചികിത്സ നല്ലതാണ്, പക്ഷേ അത് ഏത് സമയത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും.